നമസ്കാരം സുഹൃത്തുക്കളെ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ PCC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് രണ്ട് തരത്തിലുണ്ട്. അത് ഒന്ന് നമ്മുടെ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റാണ്, നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ആവശ്യങ്ങൾക്ക്. ഉദാഹരണം പറയാൻ വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ഒരു ജോബ് കിട്ടി, അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്. അല്ലെങ്കിൽ ചില പ്രത്യേക മേഖലകളിൽ പോവേണ്ട ആളുകൾ, ഉദാഹരണത്തിന് ലക്ഷദ്വീപിൽ പോകേണ്ട അല്ലെങ്കിൽ ചില ഡിഫൻസ് മേഖലകളിലൊക്കെ സഞ്ചരിക്കേണ്ട ആളുകൾക്ക്, പിന്നെ നോർമലി ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികൾ പോലും ജോലി ആവശ്യാർത്ഥം ഇയാളുടെ പേരിൽ ക്രിമിനൽ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടും ഈ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട്. ഇതിന് ശരിയായ പേര് ഇതിന് പറയുന്നത് നോൺ ഇൻവോൾവ്മെന്റ് ഒഫൻസ് എന്നാണ്, NIO സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് ഇതിന്റെ പുതിയ പേര്. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പോൾ ആപ്പ് വഴിയും തുണ വെബ്സൈറ്റ് വഴിയും അപ്ലൈ ചെയ്യാം. ഇതിന്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ഒരു അഡ്രസ് പ്രൂഫും ഒരു ID പ്രൂഫും. അത് ആധാർ ആവാം, വോട്ടർ ID ആവാം, പാസ്പോർട്ട് ആവാം. ഇത് രണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ഫോട്ടോ, പിന്നെ നിങ്ങൾക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല എന്ന് കാണിക്കുന്ന ഒരു സത്യവാങ്മൂലം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 700 രൂപയാണ് നിലവിലെ ഫീസ് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ ഫീസ് 700 രൂപ അടക്കുക. ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ അന്വേഷണം നടത്തി നമുക്ക് ഇതേ തുണ പോർട്ടലിൽ നിന്നോ അല്ലെങ്കിൽ പോൾ ആപ്പ് വഴിയൊക്കെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നോൺ ഇൻവോൾവ്മെന്റ് ഒഫൻസ് സർട്ടിഫിക്കറ്റ്, ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ്. ഇനി അടുത്ത പറയാൻ വന്നത് നമുക്ക് ഇന്റർനാഷണൽ ആവശ്യം, നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാം, ഉദാഹരണത്തിന് കുവൈത്തിലേക്ക് പോകാൻ വേണമെങ്കിൽ നമുക്ക് PCC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് പാസ്പോർട്ടിന്റെ പോർട്ടൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. പാസ്പോർട്ട് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കുന്നത്. ഇതിന്റെ ഫീസ് നിലവിൽ 500 രൂപയാണ്, കുറച്ചു കാലങ്ങളായി 500 രൂപ എന്നാണ്. അത് നോർമലി നമ്മൾ ഇത് പാസ്പോർട്ടിന്റെ അതേ പ്രൊസീജിയർ എന്നാണ്. നമ്മൾ ആദ്യം തന്നെ അതിനൊരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോയിന്റ്മെന്റ് എടുത്ത് നേരിട്ട് പാസ്പോർട്ട് ഓഫീസിലെത്തണം. അതിനുശേഷം പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്ത് നമ്മളുടെ പേരിൽ എല്ലാം ഓക്കെയാണ്, ക്രിമിനൽ പശ്ചാത്തലം കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് പോസ്റ്റൽ വഴി അയച്ചു തരും. അങ്ങനെയാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുക. സാധാരണ ഈ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ UK പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് വിസ പ്രോസസ് ചെയ്യാൻ വേണം. ഇപ്പൊ ഗൾഫ് മേഖലയാണെങ്കിൽ കുവൈത്തിലേക്ക് വിസ പ്രോസസ് ചെയ്യാൻ ഇത് നിർബന്ധമാണ്. അപ്പോൾ ഇത്തരം ചില രാജ്യങ്ങളിലേക്ക് നമുക്ക് വിസ ആവശ്യങ്ങൾക്കാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. ഇതിന് നമുക്ക് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖ എന്ന് പറയുന്നത് പാസ്പോർട്ട് തന്നെയാണ്, മെയിനായിട്ട് പാസ്പോർട്ട് തന്നെയാണ്. കൂടാതെ ആധാർ കാർഡ് വേണം. പിന്നെ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന പോലെ തന്നെ വ്യക്തിപരമായ ചില വിവരങ്ങൾ ഈ ഒരു പോർട്ടലിൽ നൽകണം. ഇങ്ങനെ അപേക്ഷിച്ച് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കിട്ടും. ഓൺലൈൻ വഴി പണമടക്കണം. അപ്പോയിന്റ്മെന്റ് ഡേറ്റിൽ നമ്മൾ നേരിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ഹാജരാവണം. അതിനുശേഷം അവർ ഓരോ സ്ഥലത്തെ പോലീസിന്റെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അതുവഴി നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കുറി അയക്കും. അതിനുശേഷം നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാകാം.